അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാൻ ട്രംപ് ഭരണകൂടം നടപടി ആരംഭിച്ചതിന് പിന്നാലെ 104 ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി US സൈനിക വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തി. തിരികെ നാട്ടിലേക്ക് അയക്കപ്പെട്ട സംഘത്തിൽ 13 പേർ കുട്ടികളാണ്. കഴിഞ്ഞ മാസം 20-ന് US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റതിന് പിന്നാലെ ആരംഭിച്ച നടപടി പ്രകാരം അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നത് ഇതാദ്യമാണ്. ടെക്സാസിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഇന്ത്യക്കാരുമായി പുറപ്പെട്ട C-17 US സൈനിക വിമാനം ഇന്നലെ ഉച്ചകഴിഞ്ഞ് 1:59-ന് അമൃത്സറിലെ ശ്രീ ഗുരുറാം ദാസ് വിമാനത്താവളത്തിൽ ഇറങ്ങി. കുട്ടികളടക്കം 79 പുരുഷന്മാരും 25 സ്ത്രീകളും ഉൾപ്പെടെ സംഘത്തെ സ്വീകരിക്കാൻ പോലീസ്, തദ്ദേശ ഉദ്യോഗസ്ഥരും US എംബസി പ്രതിനിധിയും എത്തിയിരുന്നു. അതേസമയം വിലങ്ങുവെച്ചാണ് ചിലരെ മടക്കി അയച്ചതെന്ന പ്രചാരണം വാസ്തവവിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന ചിത്രം ഇന്ത്യക്കാരുടേതല്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ആഴ്ചയും US-ലെത്തി പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഒഴിപ്പിക്കപ്പെട്ട കുടിയേറ്റക്കാരുടെ ആദ്യ സംഘം തിരികെ നാട്ടിലെത്തിയത്. സംഘത്തിൽ 33 പേർ വീതം ഹരിയാന, ഗുജറാത്ത് സ്വദേശികളാണ്. പഞ്ചാബിൽ നിന്നുള്ള 30 പേരും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 പേർ വീതവും ചണ്ഡീഗഡിൽ നിന്ന് 2 പേരും സംഘത്തിലുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞയാൾ 4 വയസ്സുള്ള കുട്ടിയാണ്. സംഘത്തിലെ ചിലർ അടുത്തിടെ അനധികൃതമായി US-ലെത്തിയവരും മറ്റു ചിലർ വിസ കാലാവധി കഴിഞ്ഞ് അവിടെ തങ്ങിയവരുമാണ്. US-ൽ നിന്ന് ഉൾപ്പെടെയുള്ള അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെ കഴിഞ്ഞ മാസം ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. US-മെക്സിക്കോ അതിർത്തിയിൽ നിന്നും പിടിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് നാടുകടത്തപ്പെട്ട ആദ്യ സംഘത്തിലുള്ളത്. ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ടത് നിയമവിധേയമായ രീതിയിലായതിനാൽ ഇവർക്കെതിരെ രാജ്യത്ത് കേസ് ഉണ്ടാവില്ല. US-ലേക്ക് കുടിയേറാൻ നിയമവിരുദ്ധ മാർഗം സ്വീകരിച്ചവരാണ് പിടിയിലായത്. കുടിയേറ്റക്കാരെ തിരികെ അയച്ച വിഷയം മന്ത്രി ജയശങ്കറുമായി ചർച്ച ചെയ്യുമെന്ന് കേന്ദ്ര പ്രവാസി കാര്യമന്ത്രി കുൽദീപ് സിംഗ് ധാലിവാൾ വ്യക്തമാക്കി.